പലരും ഇലക്ട്രിക് വണ്ടീനെ വിലയിരുത്തുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല, കംപ്ലൈന്റ് വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യാനായിട്ട്. എന്തൊക്കെ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്, അതിന്റെ ചാർജിങ് സൈക്കിൾ എങ്ങനെയാണ്, പിന്നെ അതിന്റെ റീപ്ലേസ്മെന്റ് ബാറ്ററിയുടെ വില എത്ര വരും, അത് നമ്മൾ ഏകദേശം എത്ര ലൈഫ് കിട്ടും, പിന്നെ നമ്മളുടെ ചാർജിങ്ങിന്റെ പർപ്പസ്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു വണ്ടി എടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 40-50 കിലോമീറ്റർ വൺ സൈഡ് ഓടുന്ന, അതായത് നിങ്ങളൊരു 100 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലാഭമായിരിക്കും. ആ സമയത്ത് നിങ്ങളൊരു ഒന്നും ഓടാത്തൊരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ അവർ EV-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ കോസ്റ്റ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓടേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു EV എടുക്കുകയാണെങ്കിൽ, അതായത്